PSC പഞ്ചിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ നടക്കാൻ പോകുന്ന LGS പരീക്ഷയ്ക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട കുറച്ച് കറന്റ് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, 2024 IQAir പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ രാജ്യം. 2024 IQAir പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ രാജ്യം ബംഗ്ലാദേശ്. WMO റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ചൂടേറിയ വർഷം. WMO റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ചൂടേറിയ വർഷം 2023. അടുത്തിടെ രാജിവെച്ച കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വകുപ്പ് മന്ത്രി. അടുത്തിടെ രാജിവെച്ച കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വകുപ്പ് മന്ത്രി പശുപതി കുമാർ പരസ്. ലോകത്തിലെ ആദ്യ 3D പ്രിന്റഡ് മസ്ജിദ് നിലവിൽ വന്നത്. ലോകത്തിലെ ആദ്യ 3D പ്രിന്റഡ് മസ്ജിദ് നിലവിൽ വന്നത് സൗദി അറേബ്യ. ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ കോഡ് ഗ്രേ പ്രോട്ടോകോൾ അവതരിപ്പിച്ച സംസ്ഥാനം. ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ കോഡ് ഗ്രേ പ്രോട്ടോകോൾ അവതരിപ്പിച്ച സംസ്ഥാനം കേരളം. 200 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള ചിത്രം. 200 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. പുതിയ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ. പുതിയ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ഗ്യാനേഷ് കുമാർ സുഖ്ബീർ സിംഗ് സന്ധു. ഗ്യാനേഷ് കുമാർ സുഖ്ബീർ സിംഗ് സന്ധു. പലസ്തീന്റെ പുതിയ പ്രധാനമന്ത്രി. പലസ്തീന്റെ പുതിയ പ്രധാനമന്ത്രി മുഹമ്മദ് മുസ്തഫ. 2024 മാർച്ചിൽ വിക്ഷേപണത്തിന് പിന്നാലെ പൊട്ടിത്തെറിച്ച ജപ്പാന്റെ റോക്കറ്റ്. 2024 മാർച്ചിൽ വിക്ഷേപണത്തിന് പിന്നാലെ പൊട്ടിത്തെറിച്ച ജപ്പാന്റെ റോക്കറ്റ് കെയ്റോസ്. 2023-24 വർഷത്തെ രഞ്ജി ട്രോഫി ജേതാക്കൾ. 2023-24 വർഷത്തെ രഞ്ജി ട്രോഫി ജേതാക്കൾ മുംബൈ. ഹൈദരാബാദ് വിമോചന ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം. ഹൈദരാബാദ് വിമോചന ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം സെപ്റ്റംബർ 17. പാമ്പ് കടിയേറ്റവർക്ക് മാർഗനിർദ്ദേശവും പിന്തുണയും നൽകുന്നതിനായി കേന്ദ്രം ആരംഭിച്ച സ്നേക്ക് ബൈറ്റ് ഹെൽപ്പ് ലൈൻ നമ്പർ. പാമ്പ് കടിയേറ്റവർക്ക് മാർഗനിർദ്ദേശവും പിന്തുണയും നൽകുന്നതിനായി കേന്ദ്രം ആരംഭിച്ച സ്നേക്ക് ബൈറ്റ് ഹെൽപ്പ് ലൈൻ നമ്പർ 15400. 2024 സൗദി അറേബ്യൻ ഗ്രാൻഡ് പ്രിക്സ് ജേതാവ്. 2024 സൗദി അറേബ്യൻ ഗ്രാൻഡ് പ്രിക്സ് ജേതാവ് മാക്സ് വെസ്റ്റഷൻ. ഇന്ത്യയിലെ ആദ്യ സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യ സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോട്. പാകിസ്ഥാന്റെ പ്രഥമ വനിതയായി നിയമിതയാകുന്നത്. പാകിസ്ഥാന്റെ പ്രഥമ വനിതയായി നിയമിതയാകുന്നത് ആസിഫ ഭൂട്ടോ സർദാറി. അടുത്തിടെ സർക്കാർ രേഖകളിൽ അമ്മയുടെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനം. അടുത്തിടെ സർക്കാർ രേഖകളിൽ അമ്മയുടെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്ര. കാർഷികാവശ്യങ്ങൾക്കായി വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ഡ്രോണുകൾ ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി. കാർഷിക ആവശ്യങ്ങൾക്കായി വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ഡ്രോണുകൾ ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി നമോ ഡ്രോൺ ദീദി. നമോ ഡ്രോൺ ദീദി. മലയാള ഭാഷയ്ക്കുള്ള 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തന പുരസ്കാരം നേടിയത്. മലയാള ഭാഷയ്ക്കുള്ള 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തന പുരസ്കാരം നേടിയത് PK രാധാമണി. ഇന്ത്യയിൽ ആദ്യമായി വിധവ പുനർവിവാഹ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി വിധവ പുനർവിവാഹ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ജാർഖണ്ഡ്. യൂറോപ്പ ക്ലിപ്പർ എന്ന ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്. യൂറോപ്പ ക്ലിപ്പർ
ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്? നാസ. ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ 2024 പുരുഷ ഡബിൾസ് ജേതാക്കൾ. ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ 2024 പുരുഷ ഡബിൾസ് ജേതാക്കൾ: സ്വത്തിക് സായിരാജ് രംഗി റെഡ്ഡി ആൻഡ് ചിരാഗ് ഷെട്ടി. സാത്വിക് സായിരാജ് രംഗി റെഡ്ഡി ആൻഡ് ചിരാഗ് ഷെട്ടി. 2024 ഫെബ്രുവരിയിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷനിൽ വിജിലൻസ് കമ്മീഷണറായി ചുമതലയേറ്റത്. 2024 ഫെബ്രുവരിയിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷനിൽ വിജിലൻസ് കമ്മീഷണറായി ചുമതലയേറ്റത് AS രാജീവ്. പാകിസ്ഥാന്റെ പുതിയ പ്രസിഡന്റ്. പാകിസ്ഥാന്റെ പുതിയ പ്രസിഡന്റ് ആസിഫ് അലി സർദാറി. അരുണാചൽ പ്രദേശിന്റെ 27ാമത് ജില്ല. അരുണാചൽ പ്രദേശിന്റെ 27ാമത് ജില്ല ബൈക്കോം. 71ാം ലോക സുന്ദരി മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയത്. 71ാം ലോകസുന്ദരി മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയത് ക്രിസ്റ്റീന സൈക്കോവ. 2024 വനിതാ ദിനത്തിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട എഴുത്തുകാരി. 2024 വനിതാ ദിനത്തിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട എഴുത്തുകാരി സുധാ മൂർത്തി. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ബൈലൈൻ റോഡ് ടണൽ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ബൈലൈൻ റോഡ് ടണൽ സെല ടണൽ, അരുണാചൽ പ്രദേശ്. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ 700 വിക്കറ്റ് പൂർത്തിയാക്കിയ ആദ്യ പേസർ. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ 700 വിക്കറ്റ് പൂർത്തിയാക്കിയ ആദ്യ പേസർ ജെയിംസ് ആൻഡേഴ്സൺ. കേരളത്തിലെ ആദ്യ മാരിടൈം ക്ലസ്റ്ററിന്റെ വേദി. കേരളത്തിലെ ആദ്യ മാരിടൈം ക്ലസ്റ്ററിന്റെ വേദി ചേർത്തല. അടുത്തിടെ ലക്ഷദ്വീപിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നേവി ബേസ്. അടുത്തിടെ ലക്ഷദ്വീപിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നേവി ബേസ് INS ജഡായു. പ്രഥമ ബ്ലൂ ടോപ്പ് മീറ്റിംഗ് വേദി. പ്രഥമ ബ്ലൂ ടോപ്പ് മീറ്റിംഗ് വേദി ന്യൂഡൽഹി. മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിന്റെ 17ാമത് മലയാറ്റൂർ അവാർഡിന് അർഹയായത്. മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിന്റെ 17ാമത് മലയാറ്റൂർ അവാർഡിന് അർഹയായത് സാറ ജോസഫ്. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്ന നഗരം. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്ന നഗരം കൊൽക്കത്ത. ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ഒരുക്കുന്ന OTT പ്ലാറ്റ്ഫോം. ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ഒരുക്കുന്ന OTT പ്ലാറ്റ്ഫോം സി സ്പേസ്. ഗർഭചിത്രം ഭരണഘടന അവകാശമാക്കിയ ആദ്യ രാജ്യം. ഗർഭചിത്രം ഭരണഘടന അവകാശമാക്കിയ ആദ്യ രാജ്യം ഫ്രാൻസ്. അരുണാചൽ പ്രദേശിലെ 26ാമത് ജില്ല. അരുണാചൽ പ്രദേശിലെ 26ാമത് ജില്ല KE പന്യോ. ഇന്ത്യയിലെ ഏറ്റവും ആഴത്തിലുള്ള മെട്രോ സ്റ്റേഷൻ. ഇന്ത്യയിലെ ഏറ്റവും ആഴത്തിലുള്ള മെട്രോ സ്റ്റേഷൻ ഹൗറ മെട്രോ സ്റ്റേഷൻ. വനം കുറ്റകൃത്യങ്ങൾ തടയാൻ സംസ്ഥാന വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി. വനം കുറ്റകൃത്യങ്ങൾ തടയാൻ സംസ്ഥാന വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി ഹാരിയർ. ഇന്ത്യയിലെ ആദ്യ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമായത്. ഇന്ത്യയിലെ ആദ്യ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമായത് ബീഹാർ. അടുത്തിടെ WTOയിൽ ഉൾപ്പെടുത്തപ്പെട്ട പുതിയ അംഗങ്ങൾ കൊമോറസ്, ടിമോർ ലെസെ. IPL 2024 സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നയിക്കുന്നത്. IPL 2024 സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നയിക്കുന്നത് പാറ്റ് കമ്മിൻസ്. കേരളത്തിലെ ആദ്യ AI അധ്യാപിക.
കേരളത്തിലെ ആദ്യ AI അധ്യാപിക ഐറിസ്. 2024 മാർച്ചിൽ വിരമിച്ച ഇന്ത്യൻ ബാഡ്മിന്റൺ താരം. 2024 മാർച്ചിൽ വിരമിച്ച ഇന്ത്യൻ ബാഡ്മിന്റൺ താരം ബി. സായ് പ്രണീത്. പാകിസ്ഥാനിന്റെ പുതിയ പ്രധാനമന്ത്രി. പാകിസ്ഥാനിന്റെ പുതിയ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. ഫോർമുല 1 ബഹ്റൈൻ ഗ്രാൻഡ് പ്രിക്സ് 2024 ജേതാവായത്. ഫോർമുല 1 ബഹ്റൈൻ ഗ്രാൻഡ് പ്രിക്സ് 2024 ജേതാവായത് മാക്സ് വെസ്റ്റഷൻ. 2024 വിലാസിനി സ്മാരക നോബൽ പുരസ്കാരത്തിന് അർഹനായത്. 2024 വിലാസിനി സ്മാരക നോബൽ പുരസ്കാരത്തിന് അർഹനായത് ഷാനവാസ് പോങ്ങനാട്. പശ്ചിമ ബംഗാൾ ഒഡീഷ തീരങ്ങളിൽ നിന്നും കണ്ടെത്തിയ ഹെഡ് ഷീൽഡ് കടൽ സ്റ്റക്ക് മെലനോക്ലോമിസ് ദ്രൗപദി. പശ്ചിമ ബംഗാൾ ഒഡീഷ തീരങ്ങളിൽ നിന്നും കണ്ടെത്തിയ ഹെഡ് ഷീൽഡ് കടൽ സ്റ്റക്ക് മെലനോക്ലാമിസ് ദ്രൗപദി. ഇന്റർനാഷണൽ സ്പേസ് കോൺഫറൻസ് 2024 വേദി. ഇന്റർനാഷണൽ സ്പേസ് കോൺഫറൻസ് 2024 വേദി ഗുരുഗ്രാം. എത്ര വയസ്സിന് മുകളിലുള്ളവർക്കാണ് തപാൽ വോട്ട് സൗകര്യം ലഭിക്കുന്നത്? എത്ര വയസ്സിന് മുകളിലുള്ളവർക്കാണ് തപാൽ വോട്ട് സൗകര്യം ലഭിക്കുന്നത്? 85. പ്രഥമ ഉവേഫ വിമൻസ് നേഷൻസ് ലീഗ് 2023-24 ജേതാക്കൾ. പ്രഥമ യുവേഫ വിമൻസ് നേഷൻസ് ലീഗ് 2023-24 ജേതാക്കൾ സ്പെയിൻ. റണ്ണറപ്പായത് ഫ്രാൻസ്. ഇന്റർനാഷണൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് 2024 ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം. ഇന്റർനാഷണൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് 2024 ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം അമേരിക്ക. ഇന്ത്യയുടെ സ്ഥാനം 42. ഗർഭചിത്രം ഭരണഘടനാപരമായ അവകാശമാക്കാൻ തീരുമാനിച്ച രാജ്യം ഫ്രാൻസ്. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമ്പൂർണ്ണ പുനരധിവാസം ലക്ഷ്യമിട്ട് സാമൂഹ്യനീതി വകുപ്പ് വിഭാവനം ചെയ്ത എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമം. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമ്പൂർണ്ണ പുനരധിവാസം ലക്ഷ്യമിട്ട് സാമൂഹ്യനീതി വകുപ്പ് വിഭാവനം ചെയ്ത എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമം സഹജീവനം സ്നേഹഗ്രാമം. ആഗോള ടെക്സ്റ്റൈൽ ഇവന്റായ ഭാരത് ടെക്സ്റ്റ് 2024 വേദി. ആഗോള ടെക്സ്റ്റൈൽ ഇവന്റായ ഭാരത് ടെക്സ് 2024 വേദി ന്യൂഡൽഹി. ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് 4 വർഷം വിലക്ക് ലഭിച്ച ഫ്രഞ്ച് ഫുട്ബോളർ. ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് 4 വർഷം വിലക്ക് ലഭിച്ച ഫ്രഞ്ച് ഫുട്ബോളർ പോൾ പോഗ്ബ. കേരള കള്ള് വ്യവസായ വികസന ബോർഡിന്റെ പ്രഥമ അധ്യക്ഷൻ. കേരള കള്ള് വ്യവസായ വികസന ബോർഡിന്റെ പ്രഥമ അധ്യക്ഷൻ UP ജോസഫ്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ ആസ്പദമാക്കി അടുത്തിടെ പുറത്തിറങ്ങിയ ചിത്രം. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ ആസ്പദമാക്കി അടുത്തിടെ പുറത്തിറങ്ങിയ ചിത്രം. ഇതുവരെ പ്രസാർ ഭാരതി ചെയർപേഴ്സണായി അടുത്തിടെ നിയമിതനായത്. പ്രസാർ ഭാരതി ചെയർപേഴ്സണായി അടുത്തിടെ നിയമിതനായത് നവനീത് കുമാർ സെഹഗൽ. 2024 പശ്ചിമ ബംഗാൾ ഗവർണേഴ്സ് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ച മലയാള നടൻ. 2024 പശ്ചിമ ബംഗാൾ ഗവർണേഴ്സ് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ച മലയാള നടൻ ജഗതി ശ്രീകുമാർ.
2024 ഗോൾഡ്മാൻ എൻവയോൺമെന്റൽ പ്രൈസിന് അർഹനായ ഇന്ത്യക്കാരൻ. 2024 ഗോൾഡ്മാൻ എൻവയോൺമെന്റൽ പ്രൈസിന് അർഹനായ ഇന്ത്യക്കാരൻ അലോക് ശുക്ല. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അംഗീകരിച്ച തുറമുഖം. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അംഗീകരിച്ച തുറമുഖം വിഴിഞ്ഞം തുറമുഖം. 2024 ഷാങ്ഹായിൽ നടന്ന ആർച്ചറി വേൾഡ് കപ്പ് സ്റ്റേജ് 1 ഹാട്രിക് സ്വർണം നേടിയ ഇന്ത്യൻ വനിതാ താരം. 2024 ഷാങ്ഹായിൽ നടന്ന ആർച്ചറി വേൾഡ് കപ്പ് സ്റ്റേജ് 1 ഹാട്രിക് സ്വർണം നേടിയ ഇന്ത്യൻ വനിതാ താരം ജ്യോതി സുരേഖ വെന്നൂം. 2024 തോമസ് കപ്പ് ആൻഡ് യൂബർ കപ്പ് ചാമ്പ്യൻഷിപ്പുകളുടെ വേദി. 2024 തോമസ് കപ്പ് ആൻഡ് യൂബർ കപ്പ് ചാമ്പ്യൻഷിപ്പുകളുടെ വേദി ചെങ്ഡു, ചൈന. അടുത്തിടെ സ്ഥാനമൊഴിഞ്ഞ സ്കോട്ട്ലൻഡ് ഫസ്റ്റ് മിനിസ്റ്റർ. അടുത്തിടെ സ്ഥാനമൊഴിഞ്ഞ സ്കോട്ട്ലൻഡ് ഫസ്റ്റ് മിനിസ്റ്റർ ഹംസ യൂസുഫ്. അടുത്തിടെ 17 കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റുപോയ രാജാ രവിവർമ്മ വരച്ച ചിത്രം. അടുത്തിടെ 17 കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റുപോയ രാജാ രവിവർമ്മ വരച്ച ചിത്രം മോഹിനി. ലോകത്തിലാദ്യമായി ചന്ദ്രന്റെ ഹൈ ഡെഫിനിഷൻ ജിയോളജിക്കൽ അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യം. ലോകത്തിലാദ്യമായി ചന്ദ്രന്റെ ഹൈ ഡെഫിനിഷൻ ജിയോളജിക്കൽ അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യം ചൈന. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ല. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ല പാലക്കാട്. 2024 ശ്രീലങ്കയിൽ ഉദ്ഘാടനം ചെയ്ത ജലവൈദ്യുത പദ്ധതി. 2024 ശ്രീലങ്കയിൽ ഉദ്ഘാടനം ചെയ്ത ജലവൈദ്യുത പദ്ധതി ഉമ ഓയ ജലവൈദ്യുത പദ്ധതി. അടുത്തിടെ വാഗമണ്ണിൽ കണ്ടെത്തിയ പുതിയ ഇനം സസ്യം. അടുത്തിടെ വാഗമണ്ണിൽ കണ്ടെത്തിയ പുതിയ ഇനം സസ്യം ലിറ്റ്സിയ വാഗമോണിക്ക. 2024 പുരുഷ T20 ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം. 2024 പുരുഷ T20 ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം യുവരാജ് സിംഗ്. ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ ബഹിരാകാശ വാഹനത്തിന്റെ യാത്രയുടെ ഭാഗമാകുന്ന ഇന്ത്യൻ വംശജ. ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ ബഹിരാകാശ വാഹനത്തിന്റെ യാത്രയുടെ ഭാഗമാകുന്ന ഇന്ത്യൻ വംശജ സുനിത വില്യംസ്. 2024 ഭൗമദിനാഘോഷത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാലാവസ്ഥാ ഘടികാരം സ്ഥാപിതമായത്. 2024 ഭൗമദിനാഘോഷത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാലാവസ്ഥാ ഘടികാരം സ്ഥാപിതമായത് ന്യൂഡൽഹി. ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് കമ്മിറ്റിയുടെ പുതിയ മുദ്രാവാക്യം. ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് കമ്മിറ്റിയുടെ പുതിയ മുദ്രാവാക്യം വേർ ഹിസ്റ്ററി ഈസ് പ്രിസർവ്ഡ് ഫോർ ദ ഫ്യൂച്ചർ. വേർ ഹിസ്റ്ററി ഈസ് പ്രിസർവ്ഡ് ഫോർ ദ ഫ്യൂച്ചർ. പവിഴപ്പുറ്റുകളെ സംരക്ഷിക്കുന്നതിനായി ക്രൗൺ ഓഫ് തോൺസ് എന്ന സ്റ്റാർ ഫിഷുകളെ നിയന്ത്രിതമായി കൊന്നൊടുക്കിയ രാജ്യം. പവിഴപ്പുറ്റുകളെ സംരക്ഷിക്കുന്നതിനായി ക്രൗൺ ഓഫ് തോൺസ് എന്ന സ്റ്റാർ ഫിഷുകളെ നിയന്ത്രിതമായി കൊന്നൊടുക്കിയ രാജ്യം ഓസ്ട്രേലിയ. 2024 സ്ഥാനമൊഴിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ. 2024 സ്ഥാനമൊഴിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവാൻ വുക്കോമനോവിച്ച്. 2024 ICC പുരുഷ T20 ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ. 2024 ICC പുരുഷ T20 ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ഉസൈൻ ബോൾട്ട്. ഹെവൻലി ഐലൻഡ്സ് ഓഫ് ഗോവ എന്ന പുസ്തകം രചിച്ചത്
ഹെവൻലി ഐലൻഡ്സ് ഓഫ് ഗോവ എന്ന പുസ്തകം രചിച്ചത്? PS ശ്രീധരൻപിള്ള. കടലിനു മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം? കടലിനു മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം പാമ്പൻ പാലം. ഓഷ്യൻ ഡീക്കേഡ് കോൺഫറൻസ് 2024 വേദി? ഓഷ്യൻ ഡീക്കേഡ് കോൺഫറൻസ് 2024 വേദി ബാഴ്സലോണ. വേൾഡ് മെറ്റീരിയോളജിക്കൽ റിപ്പോർട്ട് അനുസരിച്ച് 2023 ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തം ബാധിച്ച മേഖല? വേൾഡ് മെറ്റീരിയോളജിക്കൽ റിപ്പോർട്ട് അനുസരിച്ച് 2023 ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തം ബാധിച്ച മേഖല? ഏഷ്യ. ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ പ്രതിരോധ മന്ത്രിമാരുടെ വാർഷിക യോഗം 2024 വേദിയായത്? ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ പ്രതിരോധ മന്ത്രിമാരുടെ വാർഷിക യോഗം 2024 വേദിയായത്? കസാഖിസ്ഥാൻ. IPL പവർ പ്ലേയിലെ ഏറ്റവും ഉയർന്ന സ്കോർ സ്വന്തമാക്കിയ ടീം? IPL പവർ പ്ലേയിലെ ഏറ്റവും ഉയർന്ന സ്കോർ സ്വന്തമാക്കിയ ടീം സൺറൈസേഴ്സ് ഹൈദരാബാദ്. കാൻഡിഡേറ്റ് ചെസ് കിരീടം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം? കാൻഡിഡേറ്റ് ചെസ് കിരീടം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം? D. ഗുഗേഷ്. പോൾ വാൾട്ടിൽ ലോക റെക്കോർഡ് നേടിയത്? പോൾ വാൾട്ടിൽ ലോക റെക്കോർഡ് നേടിയത്? അർമാൻഡ് ഡുപ്ലാന്റിസ്. അർമാൻഡ് ഡുപ്ലാന്റിസ്. ഓപ്പൺ എയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരി? ഓപ്പൺ എഐയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരി? പ്രഗ്യ മിശ്ര. ഫോർമുല 1 ചൈനീസ് ഗ്രാൻഡ് പ്രിക്സ് ജേതാവായത്? ഫോർമുല 1 ചൈനീസ് ഗ്രാൻഡ് പ്രിക്സ് ജേതാവായത്? മാക്സ് വെസ്റ്റപ്പൻ. 2024 ഷോംപെൻ ആദിവാസി വിഭാഗം വോട്ട് ചെയ്ത ലോക്സഭാ മണ്ഡലം? 2024 ഷോംപെൻ ആദിവാസി വിഭാഗം വോട്ട് ചെയ്ത ലോക്സഭാ മണ്ഡലം? ആൻഡമാൻ നിക്കോബാർ. NSGയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായത്? NSGയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായത്? നലീൻ പ്രഭാത്. ആദ്യമായി കേരളത്തിൽ പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡക്കർ ട്രെയിൻ? ആദ്യമായി കേരളത്തിൽ പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡക്കർ ട്രെയിൻ? ഉദയ് എക്സ്പ്രസ്. വായുവിലൂടെ പകരുന്ന രോഗാണുക്കൾക്ക് ലോകാരോഗ്യ സംഘടന നൽകിയ പേര്? വായുവിലൂടെ പകരുന്ന രോഗാണുക്കൾക്ക് ലോകാരോഗ്യ സംഘടന നൽകിയ പേര്? ഇൻഫെക്ഷ്യസ് റെസ്പിറേറ്ററി പാർട്ടിക്കിൾസ്. ഇൻഫെക്ഷ്യസ് റെസ്പിറേറ്ററി പാർട്ടിക്കിൾസ്. 13ാമത് യൂറോപ്യൻ ഗേൾസ് മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ് 2024 വേദി? 13ാമത് യൂറോപ്യൻ ഗേൾസ് മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ് 2024 വേദി? ജോർജിയ. 2024 നടന്ന മിസ് ടീൻ ഇന്റർനാഷണൽ ഇന്ത്യ കിരീടം നേടിയ മലയാളി? 2024 നടന്ന മിസ് ടീൻ ഇന്റർനാഷണൽ ഇന്ത്യ കിരീടം നേടിയ മലയാളി? ഹസിയ മെജോ. 2024 വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിയുടെ വേദി? 2024 വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിയുടെ വേദി? അബുദാബി. ലതാ ദീനനാഥ് മങ്കേഷ്കർ അവാർഡിന് 2024 അർഹനായത്? ലതാ ദീനനാഥ് മങ്കേഷ്കർ അവാർഡിന് 2024 അർഹനായത്? അമിതാഭ് ബച്ചൻ. IMFന്റെ MD ആയി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്? IMFന്റെ MD ആയി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്? ക്രിസ്റ്റലീന ജോർജീവ. ലോകത്തിലാദ്യമായി മെനിഞ്ചൈറ്റിസിനെതിരെ വാക്സിൻ പുറത്തിറക്കിയ രാജ്യം? ലോകത്തിലാദ്യമായി മെനിഞ്ചൈറ്റിസിനെതിരെ വാക്സിൻ പുറത്തിറക്കിയ രാജ്യം? നൈജീരിയ. വാക്സിന്റെ പേര് MEN5CV.
അടുത്തിടെ വികസിപ്പിച്ച ആറ്റത്തിന്റെ കനമുള്ള സ്വർണപാളി. അടുത്തിടെ വികസിപ്പിച്ച ആറ്റത്തിന്റെ കനമുള്ള സ്വർണപാളി. ഗോൾഡീൻ. 2024 ഒളിമ്പിക്സിന്റെ ദീപശിഖ തെളിയിച്ചത്. 2024 ഒളിമ്പിക്സിന്റെ ദീപശിഖ തെളിയിച്ചത് മേരി മിന. അടുത്തിടെ അന്തരിച്ച റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവാൽനിയുടെ ഓർമ്മക്കുറിപ്പ്. അടുത്തിടെ അന്തരിച്ച റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവാൽനിയുടെ ഓർമ്മക്കുറിപ്പ്. പാട്രിയോട്ട്. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഒരു ഓവറിൽ 6 സിക്സറുകൾ നേടിയ മൂന്നാമത്തെ താരം. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഒരു ഓവറിൽ 6 സിക്സറുകൾ നേടിയ മൂന്നാമത്തെ താരം. ദീപേന്ദ്ര സിംഗ് ഐറി. ദീപേന്ദ്ര സിംഗ് ഐറി. T20 ക്രിക്കറ്റിൽ 500 സിക്സറുകൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം. T20 ക്രിക്കറ്റിൽ 500 സിക്സറുകൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം രോഹിത് ശർമ്മ. 2023-2024 സീസണിലെ ISL ഷീൽഡ് ജേതാക്കൾ. 2023-24 സീസണിലെ ISL ഷീൽഡ് ജേതാക്കൾ കൊൽക്കത്ത മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ്. 2023-24 സീസണിലെ ജർമ്മൻ ബുണ്ടസ്ലിഗ ജേതാക്കൾ. 2023-24 സീസണിലെ ജർമ്മൻ ബുണ്ടസ്ലിഗ ജേതാക്കൾ ബയർ ലാവർ ഹുസൈൻ. ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക്. ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് HDFC. ലോക സൈബർ ക്രൈം സൂചികയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം. ലോക സൈബർ ക്രൈം സൂചികയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം റഷ്യ. അടുത്തിടെ റഷ്യൻ ആക്രമണത്തിൽ തകർന്ന ട്രിപ്പിൽസ്ക തെർമൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തിടെ റഷ്യൻ ആക്രമണത്തിൽ തകർന്ന ട്രിപ്പിൽസ്ക തെർമൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഉക്രൈൻ. ന്യൂസ് വീക്ക് മാഗസിനിന്റെ കവർ പേജിൽ അടുത്തിടെ ഇടം നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി. ന്യൂസ് വീക്ക് മാഗസിനിന്റെ കവർ പേജിൽ അടുത്തിടെ ഇടം നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2024 ഏപ്രിലിൽ അങ്കാര A5 എന്ന റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം. 2024 ഏപ്രിലിൽ അങ്കാര A5 എന്ന റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം റഷ്യ. അമേരിക്ക, ഫിലിപ്പീൻസ്, ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ ആദ്യ ത്രിരാഷ്ട്ര ഉച്ചകോടിയുടെ വേദി. അമേരിക്ക, ഫിലിപ്പീൻസ്, ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ ആദ്യ ത്രിരാഷ്ട്ര ഉച്ചകോടിയുടെ വേദി വാഷിംഗ്ടൺ DC. ഇന്ത്യയിലെ പുതിയ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി നിയമിതയായത്. ഇന്ത്യയിലെ പുതിയ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി നിയമിതയായത് ലിൻഡി കാമറോൺ. 2024 ജോൺ L. ജാക്ക് സ്വിഗർട്ട് ജൂനിയർ അവാർഡ് ലഭിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം. 2024 ജോൺ L. ജാക്ക് സ്വിഗർട്ട് ജൂനിയർ അവാർഡ് ലഭിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം ചന്ദ്രയാൻ 3. 2024 പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യയുടെ ഷെഫ് ഡി മിഷൻ സ്ഥാനം രാജിവെച്ച ഇന്ത്യൻ ബോക്സിംഗ് താരം. 2024 പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യയുടെ ഷെഫ് ഡി മിഷൻ സ്ഥാനം രാജിവെച്ച ഇന്ത്യൻ ബോക്സിംഗ് താരം മേരി കോം. ന്യൂ ഷെപ്പേർഡ് 25 ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശത്തേക്ക് പോകുന്ന ഇന്ത്യക്കാരൻ. ന്യൂ ഷെപ്പേർഡ് 25 ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശത്തേക്ക് പോകുന്ന ഇന്ത്യക്കാരൻ ഗോപി ചന്ദ് തോട്ടക്കൂര. ഡസ്റ്റ് ലിക് 2024 വേദി. ഡസ്റ്റ് ലിക് 2024 വേദി തെർമസ്. ഗാർഹിക ജോലികളിൽ ആൺകുട്ടികൾക്ക് പരിശീലനം നൽകുന്നതിനായി സമഗ്ര ശിക്ഷ കോഴിക്കോട് തയ്യാറാക്കിയ പദ്ധതി. ഗാർഹിക ജോലികളിൽ ആൺകുട്ടികൾക്ക് പരിശീലനം നൽകുന്നതിനായി സമഗ്ര ശിക്ഷ കോഴിക്കോട് തയ്യാറാക്കിയ പദ്ധതി കുക്കീസ്.
77ാമത് കാൻസ് ചലച്ചിത്രമേളയിൽ ഓണററി പാം ഡി ഓർ പുരസ്കാരത്തിന് അർഹനായത്. 77ാമത് കാൻസ് ചലച്ചിത്രമേളയിൽ ഓണററി പാം ഡി ഓർ പുരസ്കാരത്തിന് അർഹനായത് ജോർജ് ലൂക്കാസ്. ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഹെപ്പറ്റൈറ്റിസ് ബി സി കേസുകൾ ഏറ്റവും കൂടുതൽ ഉള്ള രാജ്യം. ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി കേസുകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ചൈന. ഇന്ത്യൻ വനിതാ ഹോക്കി ടീം പരിശീലകനായി അടുത്തിടെ നിയമിതനായത്. ഇന്ത്യൻ വനിതാ ഹോക്കി ടീം പരിശീലകനായി അടുത്തിടെ നിയമിതനായത് ഹരേന്ദ്ര സിംഗ്. അടുത്തിടെ 5200 വർഷം പഴക്കമുള്ള ഹാരപ്പൻ സംസ്കാര ശേഷിപ്പുകൾ കണ്ടെത്തപ്പെട്ടത്. അടുത്തിടെ 5200 വർഷം പഴക്കമുള്ള ഹാരപ്പൻ സംസ്കാര ശേഷിപ്പുകൾ കണ്ടെത്തപ്പെട്ടത് ഗുജറാത്ത്. അന്താരാഷ്ട്ര നാർക്കോട്ടിക് കൺട്രോൾ ബോർഡിലേക്ക് അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജ. അന്താരാഷ്ട്ര നാർക്കോട്ടിക് കൺട്രോൾ ബോർഡിലേക്ക് അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജ ജഗ്ജിത് പവാഡിയ. ഒളിമ്പിക്സിൽ സമ്മാനത്തുക നൽകുന്ന ആദ്യ കായിക സംഘടന. ഒളിമ്പിക്സിൽ സമ്മാനത്തുക നൽകുന്ന ആദ്യ കായിക സംഘടന വേൾഡ് അത്ലറ്റിക്സ് ഫെഡറേഷൻ. IPLൽ 100 ക്യാച്ച്, 100 വിക്കറ്റ്, 1000 റൺസ് എന്നീ 3 നേട്ടങ്ങളും സ്വന്തമാക്കിയ ഏകതാരം. IPLൽ 100 ക്യാച്ച്, 100 വിക്കറ്റ്, 1000 റൺസ് എന്നീ 3 നേട്ടങ്ങളും സ്വന്തമാക്കിയ ഏകതാരം രവീന്ദ്ര ജഡേജ. NDRFന്റെ പുതിയ ഡയറക്ടർ ജനറൽ. NDRFന്റെ പുതിയ ഡയറക്ടർ ജനറൽ പീയൂഷ് ആനന്ദ്. കറന്റ് അഫയേഴ്സിന്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.